ദൈവനാമത്തിന് മഹത്വമുണ്ടായിരുന്നു. നമ്മുടെ കൂടെയും കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ എല്ലാവരെയും അല്ല കേട്ടോ, നല്ല കൂട്ടുകാരുണ്ട്. പക്ഷേ നമ്മളോട് കൂടെ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തി നമ്മളെ ആ വിഷയത്തിലേക്ക് ഇറക്കി കളഞ്ഞിട്ട് നമ്മെ കൈവിടുന്ന, തള്ളിക്കളയുന്ന ചില സ്നേഹിതരും കൂട്ടുകാരും നമ്മുടെ ജീവിതത്തിലുണ്ട്. സാറായിയുടെയും അബ്രഹാമിന്റെ ജീവിതത്തിൽ അവർ ഒരു കൂട്ടുകാരിയെ തിരഞ്ഞെടുത്തു, ഹാഗർ. അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഹാഗറിനെ അവർ തള്ളിക്കളഞ്ഞു. മരുഭൂമിയുടെ ഒത്ത നടുക്ക് ഒന്നും ഇല്ലാത്തവളായി മരുഭൂമിയിൽ തൻ്റെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് വെള്ളത്തിനായി ദൈവത്തോട് നിലവിളിച്ച ഒരു ഹാഗറിന്റെ മുഖം വേദപുസ്തകം പഠിക്കുമ്പോൾ അതിൽ പ്രകടമായി വരുന്നു. സാറായി ചില മോഹന വാക്കുകൾ പറഞ്ഞ് ഹാഗറിനെ അബ്രഹാമിനോട് കൂട്ടിച്ചേർത്ത കഥ. അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവളെ തള്ളിക്കളഞ്ഞ, ഉപേക്ഷിച്ച ഒരു കഥ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പലരും നമ്മെ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട് കൂടെ നിൽക്കും. ആ വിഷയത്തിന്റെ മേൽ നമ്മെ തകർക്കുന്നൊരു ഘട്ടം വരുമ്പോൾ നമ്മെ അവർ തള്ളിക്കളയും, ഉപേക്ഷിച്ച് കളയും. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവളായ ഹാഗറിനെ ദൈവം മരുഭൂമിയുടെ ഒത്ത നടുക്ക് ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയെടുത്ത് ദൈവം ഒരു നീരുറവയെ തുറന്നു കൊടുത്ത ഒരു കഥയുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ആശയം, നമ്മളോട് കൂടെ നിൽക്കാനും ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ കൺവിൻസ് ചെയ്ത് അതിലേക്ക് ഇറക്കി വിടാനും ചിലർ വരും. പക്ഷെ നാം ദൈവത്തോട് പറ്റിച്ചേർന്നവരായി നിന്നാൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല. ഹാഗറിന്റെ ജീവിതം ചില വ്യക്തികളുടെ ജീവിതത്തിലുണ്ട്. ഒരു ഒറ്റപ്പെടൽ, ഒരു തള്ളിക്കളച്ചിൽ, കൂടെ കഴിഞ്ഞവനും കൂടെ നിന്നവളും തള്ളിവിട്ട ഹാഗറിന്റെ കഥ. നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് കൂടെ നിൽക്കുമെങ്കിൽ ദൈവം ഒരിക്കലും നമ്മെ കൈവിടില്ല, നിശ്ചയം.